അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമുണ്ടായാൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ വദ്രിബൂഹുന്ന ഫഇന്ന തൈനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലിയൻ കബീറാ. എല്ലാ പുരോഗമനവാദികളും കേട്ടുകൊള്ളുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തലാഖ് തല്ലലല്ല, ഒന്നാമത്തെ പടി ഫഇദൂഹുന്ന. നീ ആ പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കണേ. കിടപ്പറയിലോട്ട് വരുമ്പോ അവളോട് പറയണം, എന്തിനാണ് മോളെ നമ്മൾ പിണങ്ങുന്നത്? നമ്മൾ പിണങ്ങിയാൽ നീ പിണങ്ങിയ സമയം തിരിച്ചു വരില്ലല്ലോ. അല്ലാഹു തന്ന ചെറിയൊരു ജീവിതമല്ലേ, എന്തിനാ പിണങ്ങി നമ്മൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിന്റെ ഭാര്യയോട് നീ ഉപദേശിച്ചു കൊടുക്കണം. ഒന്നാമത്തെ പടി പെണ്ണിനെ നീ ഉപദേശിച്ചു കൊടുക്കണേ. ചുരുക്കി പറയാം, ഉപദേശിച്ചിട്ടും അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ രണ്ടാമത് ഭർത്താവ് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഖുർആനാണ്. നിന്റെ കിടപ്പറയിൽ നിന്ന് അവളെ മാറ്റി കിടത്തുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാണ് അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണേ. ഒന്നുകിൽ നീ കട്ടിലും അവളെ തറയിലും കിടത്തുക, അല്ലെങ്കിൽ നീ തറയിൽ ഇറങ്ങി കിടത്തിയിട്ട് അവളെ കട്ടിലിൽ കിടത്തുക. ഒരു റൂമിലാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം ബെഡ്റൂമിന് വെളിയിലെറിയണ്ട. രണ്ടാമത്തെ ഘട്ടമേണെന്നറിയുമോ? കിടപ്പറയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകന്ന് കിടക്കണം. ആ പെണ്ണിനെ ഇറക്കി തറയിൽ കിടത്തണം, അല്ലെങ്കിൽ നീ തറയിൽ കിടന്നിട്ട് പെണ്ണിനെ ബെഡിൽ കിടത്തണം. രണ്ടുപേരും ഒന്ന് അകന്ന് കിടന്നു നോക്കുക. രണ്ടാമത്തെ ഘട്ടം, നീ തറയില്, ഭാര്യ മുകളില്. കുറെ കഴിയുമ്പോ ഒരു 12 മണി കഴിയുമ്പോ രണ്ടുപേരും ഒരിടത്തായിരിക്കും. അങ്ങനെ ഒരു റൂമിൽ അകന്ന് കിടക്കുമ്പോൾ മാനസികമായിട്ട് നമുക്കൊരു വലിയ വിഷമുണ്ടാവും. അപ്പൊ പിന്നെ ഭാര്യയാണ് വന്നത്, എന്തിനാവിടെ കിടക്കണം, എഴുന്നേക്കി. അല്ല, ഭർത്താവ് പറയും ഇങ്ങനെ കിടക്കണ്ട, എഴുന്നേക്കി. രണ്ടാമത്തെ ഘട്ടം, കിടപ്പറയിൽ മാറ്റി കിടക്കണം. മൂന്നാമത്തെ ഘട്ടം, കിടപ്പറയിൽ അകത്തി കിടത്തിയിട്ടും അവരുടെ പിണക്കം തീരുന്നില്ല, പെണ്ണിന്റെ പിണക്കം തീർന്നില്ല. എന്നാൽ മൂന്നാമതായി നിന്റെ ഭാര്യയെ നിനക്കൊരു അടി കൊടുക്കാം. ഒരു പ്രാവശ്യം അവൾക്കൊരു അടി കൊടുക്കാം. എങ്ങനെയാണ് അടിക്കേണ്ടത്? അവളുടെ ചെകിട്ടത്തല്ല, അവളുടെ കണ്ണിലല്ല, അവളുടെ മുതുകത്തല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, തൊലി പൊട്ടാത്ത രീതിയിൽ ഒരു ചെറിയ വടിയെടുത്തിട്ട് ഒരൊറ്റ അടി നിനക്ക് അവളെ അടിക്കാം. പക്ഷെ തൊലി പൊട്ടരുത്, തൊലി പൊട്ടരുത്. ഇത് വേദനിക്കാനുള്ള അടിയല്ല. അഭിമാന ബോധമുള്ള ഒരു പെണ്ണിന്, കുടുംബത്തിൽ പിറന്ന പെണ്ണിന്, എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അടി കിട്ടിയല്ലോ എന്നവൾ മാനസിക വിഷമമുണ്ടായാൽ അവൾ അടുത്തു വരും. അതുകൊണ്ട് ആ പെണ്ണിനെ നീ അടിച്ചുകൊള്ളുക. പക്ഷേ തൊലി പൊട്ടരുത്, രക്തം വരരുത്, അവൾക്ക് വല്ലാതെ വേദന എടുക്കരുത്, കവിളത്തടിക്കരുത്, നെഞ്ചത്തടിക്കരുത്, മുതുകത്ത് നിന്റെ ഭാര്യ അടിക്കരുത്. അടിക്കാൻ അനുവാദമില്ലടാ ചെറുപ്പക്കാരാ. ഭാര്യ കൈകൊണ്ട് ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ മ്ലേച്ഛനായ പുരുഷ ലോകത്തില്ല. ഈ നെഞ്ചു തിരിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരിൽ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ പെണ്ണിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതപ്പതിച്ച പുരുഷൻ ലോകത്ത് വേറെയില്ല. പെണ്ണിനെ അടിക്കാൻ അനുവാദമേ ഇല്ല. അങ്ങനെ ഒരു അനുവാദം തന്നാൽ തന്നെ തൊലി പൊട്ടാത്ത രീതിയിൽ അടിക്കാനേ അനുവാദമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലംറഅതൻ വലാ ജാരിയ, ഒരു ഭാര്യമാരെയോ വേലക്കാരി പെണ്ണുങ്ങളെ പോലും നിന്റെ ഹബീബായ നബി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അടിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളെ അടിക്കരുത്, സ്ത്രീയുടെ കണ്ണുനീര് വീടരുത്. സ്ത്രീയെ ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ അതപ്പതിച്ചവൻ അവൻ ലോകത്ത് മറ്റാരുമില്ല. നിനക്കടിക്കണമെങ്കിൽ തന്നെ ഒറ്റ അടി അടിക്കാം. മൂന്നാമത്തെ ഘട്ടം, അടി കൊടുക്കാം. അതെന്തിന്? ഒരു പേടിയുള്ളൊരു പെണ്ണ് വല്ല ഭർത്താവ് അടിച്ചല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് അടിച്ചേക്കു. അവിടെ ഖുർആൻ നിർത്തുകയാണ്. സാധാരണ ഒരടി കൊണ്ടാൽ അവൾ വഴിപ്പെടാറാണ് പതിവ്. അവൾ നിനക്ക് വഴിപ്പെട്ടടുത്തേക്ക് വന്നാൽ
അവളോട് പിന്നെ ദേഷ്യം കാണിക്കരുതേ, അവളോട് അക്രമം കാണിക്കരുതേ. മനുഷ്യന്മാര് പിണങ്ങാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങാറുണ്ട്. ഒരടി കൊടുത്തിട്ട് അവൾ അടുത്തേക്ക് വന്നാൽ, ഇണക്കമുള്ള പൂച്ചക്കുട്ടിയെ പോലെ ഭാര്യ അടുത്തു വന്നാൽ പിന്നെ അവളോട് കോപം കാണിക്കരുതേ. എത്ര ഘട്ടമായി? എത്രയായി? ഓ, നിങ്ങൾക്ക് വലിയ ഇഷ്ടം താല്പര്യമൊന്നും ഉണ്ടാവില്ല. 3 ഘട്ടം അല്ലാഹ് പറയാണ്. ആദ്യം ഉപദേശിക്കണം, 2 ബെഡിൽ നിന്ന് മാറ്റി കിടക്കണം, 3 ഒരു കൊച്ചടി കൊടുക്കണം. എന്നിട്ടും പിണക്കം തീരാതെ നീണ്ടുപോവുകയാണെങ്കിൽ 4ാമത്തെ പടി വൈന ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഉപദേശിച്ചു നോക്കി, എടപ്രയിൽ നിന്ന് മാറ്റി കടത്തി ഒരു ചെറിയ അടി കൊടുത്തു. എന്നിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം നീണ്ടുപോയാൽ 4ാമത്തെ ഘട്ടം ഏതെന്നറിയോ? നിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുക, നിന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കുക. 2 പേരുടെയും കുടുംബത്തിലെ മധ്യസ്ഥന്മാര് വഴിയൊരു ചർച്ച നടത്തുക. വീട്ടിലറിഞ്ഞല്ലോ റബ്ബേ, വെളിയിൽ ഒരാൾ അറിഞ്ഞല്ലോ റബ്ബേ, ഇതുവരെ ഞങ്ങളുടെ ഇടയിലായിരുന്നു, വെളിയിൽ ഒരാൾ അറിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഖുർആൻ പറയാണ് യുരീദാ ഇസ്ലാഹ. ആ ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ കൂടിച്ചേരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരുടെ ചർച്ചയോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം അവസാനിച്ചവരൊന്നിച്ചാകും. എന്നിട്ടും അവസാനിച്ചില്ലെങ്കിൽ, മധ്യസ്ഥന്മാരെ ചർച്ച ചെയ്തിട്ടും അവസാനിച്ചില്ല, എന്നാൽ 5ാമത്തെ പടിയായി ഭർത്താക്കന്മാരെ ആദ്യം അനുവാദമില്ല തലാക്ക് പറയാൻ ഉപദേശിക്കണം, അറ്റിക്കടത്തണം, അടി കൊടുക്കണം, പൊട്ടാത്താടി, പിന്നെ മധ്യസ്ഥന്മാരെ കൊണ്ട് ചർച്ച നടത്തണം. 4 ചെയ്തിട്ടും ഈ പിണക്കം തീർന്നില്ലെങ്കിൽ അടുത്തതായി നീ എന്ത് ചെയ്യണം? അടുത്തായിട്ട് എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നീ അവളോട് ഒരു തലാക്ക് ചൊല്ലണം. 5ാമതാണ് തലാക്ക് വരുന്നത്. ആളുകളോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ, സ്ത്രീപക്ഷവാദികളോട് പറയും നിങ്ങൾ, ഫെമിനിസ്റ്റുകളോട്, സഹോദരിമാരോട് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാക്ക് ചൊല്ലിയിട്ട് വിടാനല്ല. വിവാഹമോചനത്തിന് ഖുർആൻ പറയുന്ന മാനദണ്ഡം 5ാമത് നീ ഒരു തലാക്ക് ചൊല്ലണേ. തല്ലക്ക് തുക്കി നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി 2 പറയരുത്. 1ാമത്തേത് പറയണം, നിന്നെ ഞാൻ തലാക്ക് ചൊല്ലിയിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? എന്തിനാണ് ഒരു തലാക്ക് പറയുന്നത്? ആ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തലാക്കായി. അവളുടെ 1 മാസത്തെ ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ, ആ ശുദ്ധിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ഇവര് 2 പേരും തമ്മിൽ ഒരു തലാക്ക് ചൊല്ലി മാറി 2 പേരും തലാക്കിൽ 2 വീട്ടിലായി. അപ്പോഴാണല്ലോ പടച്ചവനെ, എന്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്തൊക്കെ വട കൂടിയാലും എന്റെ ഭർത്താവില്ലാതെ എനിക്കില്ല റബ്ബേ എന്ന് മനസ്സിന് തോന്നിയിട്ട് തിരിച്ചൊന്നിച്ചു കൂടണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ശുദ്ധി തീരുന്ന കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ തോന്നലുണ്ടായതെങ്കിൽ ഭർത്താവ് പോയിട്ട് നിന്നെ ഞാൻ തിരിച്ചെടുത്തു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവരെ 2 പേരും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കപ്പെടും. അപ്പോ അവളുടെ ഒരു പീരീഡ് കഴിയുന്നതിന്റെ ഇടയിൽ 2 പേരും 2 വീട്ടിലായി. പടച്ചോനെ, 2 വീട്ടിലാകുമ്പോഴേ അറിയൂ. നമ്മളിപ്പോ ഭാര്യയോട് പറയും, പണ്ടാരം നീ നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കണേ, ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ വളർക്കട്ടു. നിന്റെ വീട്ടിലും പോകില്ല. പക്ഷേ വീട്ടിലോട്ട് പോയി ഉച്ചക്ക് ചോറുണ്ണാൻ നേരത്ത് ആരും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ പടച്ചോനെ ഇത് കുറഞ്ഞല്ലോ അല്ലാഹുവേ, ഒരു ദിവസം അതുങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കൂല, ഉറപ്പൻ. എന്ത് പടക്കം വന്നാലും ഭാര്യ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു വിട്ടു, ഒരു ദിവസം കഴിയുമ്പോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പിണങ്ങിയിട്ട് ഒരു തലാക്ക് ചൊല്ലിയാൽ ഇതിന്റെ ഇടയിൽ കൂടിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു, 2ാമത്തെ പീരീഡിലോട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇവരെ തമ്മിലുള്ള പിണക്കം തീർന്നില്ലെങ്കിൽ എന്നാലേ 2ാമത്തെ തലാക്ക് ചൊല്ലാവൂ. 2ാമത്തെ തലാക്ക് ചൊല്ലിയാൽ
രണ്ടാമത്തെ തലാഖ് ചൊല്ലിയാൽ ആ രണ്ടാമത്തെ തലാഖിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണമെന്ന ബോധ്യമുണ്ടായാൽ പിന്നെ തലാഖ് അല്ല, പിന്നെ നിക്കാഹ് പുതുക്കിയെടുത്താൽ മതി. ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, എന്നിട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുക. എന്നാലും മൂന്നാമത്തേത് പറയരുതേ, മൂന്നാമത്തേത് പറയാതെ കാത്തിരിക്കണം. ഒന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണം, രണ്ട് പറഞ്ഞ് കാത്തിരിക്കണം. തിരിച്ചു വരുമോ എന്ന് ഏതാണ്ട് 10-60 ദിവസത്തോളം കാത്തിരുന്ന് 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 ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പ് വരുമ്പോഴേ മൂന്നാമത്തെ തലാഖ് വരൂ. അപ്പോഴേ പരിപൂർണമായി ഭാര്യ